ഇനിയും ഒരുപാട് റമദാൻ മാസത്തെ നമുക്ക് സ്വാഗതമാക്കുക, അതിൽ ഇബാദത്ത് ചെയ്യുക അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ജന്നതികൾ തോന്നുന്ന അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് റജബും ശഅബാനും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണമേ. ഇത് മാത്രമല്ല, ഞങ്ങൾക്ക് റമദാൻ മാസത്തിൽ ഞങ്ങൾക്ക് എത്തുപാട്ട് റബ്ബായിട്ട് ഞങ്ങൾ ഓരോരുത്തരും 2 തിങ്കളുകൊണ്ട് തുറന്നിട്ടുള്ള അൽഹംദുലില്ലാഹ് ഇവിടെ ഞങ്ങൾക്ക് ഒന്നാമത്തെ തറാവീഹ് കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു തിങ്കൾ നല്ലപോലെ അല്ലാഹു ഇബാദത്ത് ചെയ്യണം. അല്ലാഹുവിൻ്റെ വജീഹ് കരുതിയിട്ട് മാത്രം ഇബാദത്ത് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ചെന്നിട്ട് മാത്രം എൻ്റെ ബർക്കത്തിൽ പാടണം. നോമ്പ് നക്കുള്ളതായിട്ട് അതൊരു പ്രതിഫലം മാത്രം, അത് ഞാൻ മാത്രം തന്നെ ഉണ്ട്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസായിട്ട് കാരണം എൻ്റെ അസ്സൗമുലി നോമ്പ് നക്ക് മാത്രമുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഇബാദത്ത് അല്ലാഹുവല്ലേ. അപ്പോൾ ബാക്കിയുള്ള ഇബാദത്ത് ഞങ്ങൾ നിസ്കരിക്കണം, 5 വക്ത് നിസ്കരിക്കണം, സദഖ കൊടുക്കണം, ഹജ്ജ് കർമ്മം ചെയ്യണം, അപ്പോൾ നല്ല നല്ല കാര്യമാക്കണം. ഇതെല്ലാം ആർക്ക് വേണ്ടിയിട്ട്? അള്ളാഹു വേണ്ടിയിട്ടല്ലേ. അള്ളാഹു ആയെങ്കും അതിലെ ഇടയിൽ ചുമ ആൾമാരുള്ളവർ. അപ്പോൾ ഞങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾമാർ നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ സദഖ കൊടുക്കുമ്പോൾ ആ സദഖ കൊടുക്കപ്പെട്ട ആൾ നോക്കണില്ലേ. അപ്പോൾ ഹജ്ജ് ആക്കുമ്പോൾ എല്ലാവരും കാണും. അങ്ങനെ നല്ല നല്ല കാര്യം ഏതെല്ലാം നല്ല കാര്യം കൊണ്ടും അള്ളാഹുവിൻ്റെ ഹലാലാകമാകപ്പെട്ട എന്തെല്ലാം ഒരു നല്ല കാര്യം ഉണ്ട് അതെല്ലാം ആക്കുമ്പോൾ മനുഷ്യന്മാരെല്ലാവരും കാണാറ്. പക്ഷേ അപ്പോൾ അതിൽ ആ മനുഷ്യന്മാർ കാണുമ്പോൾ ഓർത്ത 5 വക്ത് നിസ്കാരം 5 വക്ത് ഇമാമായിട്ട് നിസ്കരിക്കുക ബാക്കി ആൾമാർ കാണും. അപ്പോൾ അവനക്ക് മനസ്സിൽ ഒരു ബിയാറ ഒരു റിയാൽ ഒരു നാനൂറ് നല്ല ഒരു ആളിട്ട് ഒരു ബിയാറ ഉണ്ട്. എന്നാൽ നോമ്പ് നോക്കുമ്പോൾ മാറും പാടില്ല. ഞാൻ നോമ്പ് നോക്കിയിട്ട് സുബൈത്ത് അസർ വെച്ചിട്ട് നോമ്പ് നോക്കിയേ ഇല്ലിട്ട് ആർക്കും മാത്രം ഒത്തില്ല നക്കും റബ്ബുമായിട്ട് മാത്രമുള്ള കണക്ഷൻ. ഇപ്പം ഞാൻ റൂമ് പോയിട്ട് തണ്ണി കുടിക്കേ അല്ല ചോറിനോടെ അല്ല വേറെ എന്തെങ്കിലും എടുത്തപ്പണ്ട് ഊട്ടല്ലെങ്കിൽ വേറെ പോയിട്ട് പുത്തൂറോ അല്ലെങ്കിൽ വേറെ ഹോട്ടൽ ഓർഡർ ആക്കടെ ആറ് ಗೊತ್ತಿಲ್ಲ. അപ്പം അള്ളാഹു നക്കും അള്ളാഹു മാത്രം ഒരു കണക്ഷൻ അടിക്കും നോമ്പ്. അപ്പം നോമ്പുടെ പ്രതിഫലം എങ്ങനെ? നോമ്പുടെ പ്രതിഫലം അപ്പൊ എല്ലാത്തും അള്ളാഹു പ്രതിഫലാക്കണമെങ്കിൽ നോമ്പുക്കുള്ള പ്രതിഫലം അള്ളാഹു എങ്ങനെ അങ്ങലങ്ങനെ എന്തിനെ ഒരു തനി അങ്ങനെ ഒരു മനസ്സിൽ എന്തിനെ. അപ്പൊ ഞാൻ നോമ്പ് നോക്കുന്നത് അള്ളാഹു മാത്രം കാണി വേറെ ആരും കാണില്ല. അങ്ങനത്തെ ഓരോരുത്തരും അങ്ങനെ സ്ഥിതി അനുസരിച്ച് അടിക്കുക അള്ളാഹു അവർക്ക് പ്രതിഫലം കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു തിങ്കൾ നല്ല പോലും അള്ളാഹുവിൻ്റെ വജീഹ് മാത്രം കരുതിക്കൊണ്ട് ഇബാദത്ത് ചെയ്യണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പിന്റെ ഫർള് 2 മാത്രമല്ലേ. ഒന്നാമത്തത് നിയ്യത്ത്, രണ്ടാമത്തത് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളെ തൊട്ട് അവൻ എന്തെങ്കിലും പിടിച്ചിരിക്കണേ. അത് നോമ്പ് മുറിക്കുന്ന കാര്യം ഏതെങ്കിലും ഉണ്ടോ? സാധാരണ തിന്നിങ് നോമ്പ് പോണ്ടു, പിന്നെ കുടിച്ചിങ് നോമ്പ് പോണ്ടു, പിന്നെ നിക്കായിൽ ഹലാലാക്കപ്പെട്ട കാര്യം എന്തെല്ലാം ബാക്കിയെല്ലാം ഉണ്ട്, അതെല്ലാം നോമ്പ് മുറിയടിക്കരുത്. ഇത് നോമ്പ് മുറിയ കാര്യം. അപ്പോൾ ഒരാള് സബർ വരുന്നത് എന്തെല്ലാം കുറച്ചൊരു സബർ പറ്റണം. ഒന്നാമത് തിന്നര തൊട്ടും സബർ പറ്റണം. ഒരു മനുഷ്യ തിന്നര തൊട്ട് സബർ പറ്റണം, പിന്നെ കുടിക്കുന്നത് തൊട്ട് സബർ പറ്റണം, പിന്നെ ഈ നിക്കാഹിന്റെ ഹലാലാക്കപ്പെട്ട കാര്യങ്ങളെല്ലാം സബർ പറ്റണം. അപ്പോൾ ആ മനുഷ്യനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പ്രതിഫലം കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു റമദാൻ തിങ്കൾ നല്ല പോണ ഇബാദത്ത് ചെയ്യണമെങ്കിൽ എല്ലാവരും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടു ഒരു സ്വഹീഹായ നമ്മളിൽ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അന്തസ്സോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ കാമിലായ ഈമാനോട് കൂടി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ മക്കൾക്ക് നാഫിയായി പ്രദാനം ചെയ്യുമാറാകട്ടെ.